സൂചോളും ഇപ്പോൾ വണ്ടിയുടെ നേർക്ക് സൈക്കിളൊക്കെ ഇട്ടതിന് ശേഷം ആ വണ്ടിയുടെ ചില്ലൊക്കെ തകർത്തിട്ട് അകത്തുണ്ടായിരുന്ന ആൾക്കാരെ പിടിച്ചു നിർത്തി വൈഫിനോട് ഓടി രക്ഷപ്പെടുവാനായിട്ടൊക്കെ പറയുകയാണ്. പക്ഷെ വൈഫും ഓടിപ്പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. രണ്ടു പേർ കൂടി സൂചോളിനെ ഉപദ്രവിക്കുകയും രാഹൈനെ ഒരാൾ പിടിച്ചു വെക്കുകയൊക്കെ ചെയ്യുകയാണ്. സൂചോളും ഒരുപാട് തല്ലൊക്കെ കൊള്ളുന്നുമുണ്ട്. ആ ഒരു സമയത്ത് പണ്ട് നടന്ന പല കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്ന അവനും നേരത്തെ ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഓർത്തു നോക്കുകയാണ്. അതായത് അവരുടെ തല്ലൊക്കെ മാക്സിമം ഏറ്റുവാങ്ങിയതിനു ശേഷം നിന്നെ സിമ്പിൾ ആയിട്ടൊക്കെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന ഒരു വിശ്വാസമൊക്കെ അവരുടെ ഉള്ളിലും വരട്ടെ. അങ്ങനെ തോന്നുന്ന സമയത്ത് വേണം നീ അവർക്കിട്ട് ഒരു വലിയ ഇടിയൊക്കെ ഇടിക്കുവാൻ. അതിന്റെ ഇമ്പാക്റ്റ് ഒക്കെ വളരെ വലുതായിരിക്കുമെന്നായിരുന്നു അന്ന് ചേട്ടനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴവനും അതിനൊരു സന്ദർഭമൊക്കെ നോക്കിയിരിക്കുന്നു. സൂചോളും ഒരുപാട് തല്ലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ആ രണ്ടുപേരെയും ഇപ്പോൾ അവൻ തല്ലിയൊക്കെ തോൽപ്പിക്കുകയാണ്. പക്ഷേ അധികം നേരെ പിടിച്ചു നിൽക്കുവാനായിട്ട് അവന് സാധിക്കുമായിരുന്നില്ല. അവനും വഴിയിൽ വീണു പോകുന്നു. ഡാഹയിനെ പിടിച്ചിട്ടുണ്ടായിരുന്ന ആളുടെ കയ്യിലൊക്കെ കടിച്ചതിന് ശേഷം ഡാഹയും ഇപ്പോൾ സൂചോളിന്റെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുകയാണ്. ഈ ഒരു സമയത്തായിരുന്നു ചേട്ടനും ടീമും ആ ഒരു വഴിയൊക്കെ നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. സംഭവമൊക്കെ അറിഞ്ഞിട്ട് അവരും ഓടിയെത്തിയതിനു ശേഷം അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയും ഇടിച്ചു തോൽപ്പിക്കുന്നു. ഇപ്പോൾ സൂചോളിനും ബോധമൊക്കെ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ടാഹയും അവനോട് ഒരുപാട് സോറിയൊക്കെ ചോദിക്കുന്നു. ഹ്യുൻവോനെ ഓഫീസിൽ വെച്ച് കാണുന്ന ഹെയ്നും പെട്ടെന്ന് തന്നെ അവനെ അവോയ്ഡ് ചെയ്യുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണ്. പക്ഷെ ഞാനും ഈ കമ്പനിയുടെ സിഇഒ അല്ലേ, അങ്ങനെ ഇരിക്കെ ഞാനെന്തിനാണ് അവനെ അവോയ്ഡ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെയ്ൻ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്കൊക്കെ ഇറങ്ങി വരുന്നുണ്ടെങ്കിലും അവിടെ ഹ്യുൻവോനെ കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ചു ദൂരം എത്തി കഴിയുമ്പോൾ ഹ്യുൻവോവും അവൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ഹ്യുൻവോനും ചില കാര്യങ്ങളൊക്കെ അവളോട് പറയുവാനുമുണ്ട്. അതേസമയം ഹിനുവിനെ കാണുന്ന ഹെയ്നും അവനെ ഇനിയും കാണുവാനായിട്ട് ഒട്ടും തന്നെ ആഗ്രഹമില്ല എന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം ജോലിയൊക്കെ റിസൈൻ ചെയ്ത് മറ്റൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുവാനായിട്ടും അവരോടും പറയുകയാണ്. ഹിനു തനിക്ക് പറ്റിയ ആൾ തന്നെ ആണ് എന്നും അതുകൊണ്ട് തന്നെ എത്ര ഓർമ്മകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവനെ വീണ്ടും കാണുമ്പോൾ അവനുമായിട്ട് പ്രണയത്തിലാകുമെന്നൊരു വിശ്വാസമൊക്കെ നിനക്ക് ഉണ്ടായിരുന്നുവെന്ന് നീ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹ്യുനുവും ഇപ്പോൾ ഹെയ്നോട് പറയുകയാണ്. എന്നെ വീണ്ടും വീഴ്ത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ എന്റെ ഫാമിലി എന്തെങ്കിലും നിനക്ക് തരാമെന്നൊക്കെ ഏറ്റിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഹെയ്ൻ ചോദിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവളുടെ ബാഗും അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലൊക്കെ കുടുങ്ങുകയാണ്. പക്ഷേ ഹ്യുൻവു ആ ഒരു ബാഗിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് അവൾ വിചാരിക്കുന്നതും. അങ്ങനെ അവളും അതിനെക്കുറിച്ച് സംസാരിച്ച് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴത്തേക്കുമായിരുന്നു ബാഗും ഒരു ചെയറിലൊക്കെ കുടുങ്ങിയതാണെന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. അതേസമയം അവന്റെ മുമ്പിൽ നാണം കെട്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഹെയ്നും ഇപ്പോൾ പോകുന്നത്. ഹെയ്ൻ തിരിച്ച് വീട്ടിലേക്കൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും അവളുടെ പേരിൽ അവിടെ വന്നിട്ടുള്ള ഒരു കൊറിയറൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോഴേക്കും ആയിരുന്നു അവിടേക്ക് ഗ്രേസ്കോയും ഓടിയെത്തുന്നത്. നിനക്ക് പണ്ട് ഏറ്റവും ഇഷ്ടം എന്നെ ആയിരുന്നു, നീ എന്നെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഗ്രേസ്കോ അവളോട് പറയുന്ന സമയത്ത് പോലും അവളും ഗ്രേസ്കോനെ മാറ്റി നിർത്തുന്നു. അങ്ങനെ ഹെയ്ൻ പോയി കഴിയുമ്പോഴാകട്ടെ ഉൻസിംഗ് പറഞ്ഞ കള്ളത്തരം എല്ലാം തന്നെ ഇവൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നല്ലോ, പിന്നെ ഞാൻ എന്തെങ്കിലും പറയുവാൻ നോക്കുമ്പോൾ ഇവൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കാതെ ഇരിക്കുന്നതെന്നൊക്കെയാണ് ഗ്രേസ്കോ ഓർക്കുന്നതും. ഗ്രേസ്കോയും അവിടെ ഇരുന്ന് കൊറിയറൊക്കെ കാണുകയാണ്. ഹെയ്നും ഒരു ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടുന്നു. അത് ഹെയ്ൻ തന്നെ ഹെയ്ൻ അയച്ചൊരു ഇൻവിറ്റേഷൻ ആയിരുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അവളും ഇപ്പോൾ ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടിയ സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്. ഇത് നേരത്തെ അവർ പ്രപ്പോസ് ചെയ്ത ആ ഒരു സ്ഥലം തന്നെയാണ്. ഹെയ്ൻ അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് അവിടെ നിൽക്കുന്ന ഹിനുവിനെയൊക്കെ കാണുന്നത്. ഈ ഒരു പരിപാടിയൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് നീ ആയിരുന്നു എന്നൊക്കെ ഹെയ്ൻ ചോദിക്കുന്ന സമയത്താകട്ടെ ഹെയ്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നത് പോലെ തന്നെ തനിക്ക് ഒരു ഇൻവിറ്റേഷൻ ഒക്കെ ലഭിച്ചിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന കാര്യം ഹിനുവും അവളെ അറിയിക്കുന്നു. അതായത് സർജറിക്ക് മുമ്പായിട്ട് തന്നെ ഹെയ്ൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സർപ്രൈസ് ഒക്കെ ആയിരുന്നു ഇതും. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ക്രീനിൽ അവരുടെ വെഡിങ്ങിന്റെ വീഡിയോ ഒക്കെ കാണിക്കുകയാണ്. വിവാഹത്തിനൊക്കെ ഒടുവില് ഹെയ്നും ഹിനുവും സംസാരിച്ച കാര്യങ്ങൾ കൂടി കാണിക്കുന്നു. അതായത് ഭാവിയിലുള്ള ഹിനുവിന്റെ അടുത്ത് എന്ത് കാര്യമാണ് പറയുവാനായിട്ടുള്ളതെന്നൊക്കെ അന്ന് ഹിനുവിനോട് ചോദിച്ച സമയത്ത് നീ ഹെയ്നെ ഡിവോഴ്സ് ചെയ്തു എന്ന് മാത്രം പറയരുത്, നിനക്ക് എത്ര കുട്ടികളാണുള്ളത്, എത്ര പേരാണെങ്കിലും എനിക്ക് ഹെയ്ൻ മാത്രം മതി, അവളെ ഒരിക്കലും കരയിക്കരുത്, എപ്പോഴും അവളെ ഹാപ്പി ആയിട്ട് തന്നെ നിർത്തിക്കോണമെന്നൊക്കെ ആയിരുന്നു ഹിനു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം ഇതേ ചോദ്യമൊക്കെ ഹെയ്നോട് ചോദിക്കുന്ന സമയത്താകട്ടെ അവളും വർക്കൊക്കെ ചെയ്യുവാനായിട്ടായിരുന്നു അതിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നത്. പിന്നെ നീയും വളരെയധികം ഹെൽത്തിയും ഹാപ്പിയുമായിട്ടായിരിക്കും ഹ്യുനുവിന്റെ ഒപ്പം ഉണ്ടാവുക എന്നൊരു ഉറപ്പും അതിൽ ഹെയ്ൻ കൊടുത്തിട്ടുമുണ്ടായിരുന്നു. ഹെയ്ൻ ആയിരുന്നു ഈ ഒരു അക്വേറിയം മൊത്തത്തിൽ റെന്റിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹ്യുൻബുനും കുറെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ് അവിടെയുള്ള സ്റ്റാഫ്സും. ഈ ഒരു സമയത്താണ് ഒരു മാസം മുമ്പായിരുന്നു ഹെയ്ൻ ഈ ഒരു പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നും അതുപോലെ തന്നെ 4 വർഷം മുമ്പും ഇതുപോലെ തന്നെ ഈ അക്വേറിയം മൊത്തത്തിൽ അവൾ വാടകയ്ക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നുമുള്ള കാര്യമൊക്കെ സ്റ്റാഫ്സും അവനെ അറിയിക്കുന്നത്.
നമ്മൾ എപ്പോഴൊക്കെ ഡേറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ആ ഒരു സ്ഥലം എല്ലാം തന്നെ ആളൊഴിഞ്ഞൊരു സ്ഥലമായി മാറാറുണ്ട്. പ്രപഞ്ചം പോലും നമ്മുടെ കൂടെ നിൽക്കുന്നു എന്നൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഹ്യൂനവോ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചും അവനിപ്പോൾ ഓർക്കുന്നു. അതായത് പ്രപഞ്ചമായിരുന്നില്ല യഥാർത്ഥത്തിൽ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്, മറിച്ച് ഹെയ്ൻ ആയിരുന്നു ആ ഒരു സ്ഥലം എല്ലാം തന്നെ റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന കാര്യമൊക്കെ ഇപ്പോൾ അവനും മനസ്സിലാക്കുകയാണ്. അവളും അതൊന്നും തന്നെ കാര്യമാക്കാതെ പോകുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും ഹെയ്ൻ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലെറ്റർ കൂടി അതിന്റെ കൂടെ ഉണ്ടായിരുന്നതൊക്കെ അവളും ശ്രദ്ധിക്കുന്നു. അതിലാകട്ടെ എന്റെ ഓർമ്മയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ വിവാഹമൊന്നും നീ വേണ്ട എന്ന് വെക്കരുതെന്നായിരുന്നു ഹ്യുനുവിനോട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തിനാണ് എന്നെ ചതിച്ച ഒരാളെ വീണ്ടും വിവാഹമൊക്കെ കഴിക്കുന്നതെന്ന് ഹെയ്നും ആലോചിക്കുമ്പോഴത്തേക്കും നീയും ഇതേ കാര്യം തന്നെ സംശയിക്കേണ്ടതായിട്ടുണ്ട്. എന്നെ നീ വിശ്വസിക്കണമെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ അതുപോലെ തന്നെ നീ ഉണിസിങ്ങിനെ വിശ്വസിക്കുവാനായിട്ട് പാടില്ല. നിന്നോട് ആര് എന്ത് പറഞ്ഞാലും നീ അതൊന്നും തന്നെ വിശ്വസിക്കരുത്. എല്ലാത്തിലും ഒരു സംശയമൊക്കെ നിലനിർത്തണം. ഓൺസിംഗ് നിന്നെ സംരക്ഷിക്കുക ആയിരുന്നില്ല, മറിച്ച് എന്റെയും നിന്റെ ഫാമിലിയുടെയും അടുത്ത് നിന്നും നിന്നെ അകറ്റി നിർത്തുകയായിരുന്നു എന്ന സത്യമൊക്കെ നീ ഇനിയെങ്കിലും അറിയണമെന്നൊക്കെ ഹിനുവു പറയുമ്പോഴത്തേക്കും ഹ്യുനുവിന്റെ കയ്യിലുണ്ടായിരുന്ന മുറിവൊക്കെ അവളും ശ്രദ്ധിക്കുകയാണ്. നേരത്തെ ഉൺസിങ്ങും ഹെയ്നെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യങ്ങളായിരുന്നു അവളും അപ്പോൾ ഓർക്കുന്നത്. ഹെയ്നും ഒരു കാര്യമൊക്കെ ചോദിക്കുവാനായിട്ട് ഉൺസിങ്ങിനെ കാണുവാനായിട്ടൊക്കെ എത്തുകയാണ്. പക്ഷെ ഉൺസിങ് ഒരു ഗ്ലാസും കൂടി മദ്യമൊക്കെ കുടിച്ചിട്ട് എത്താമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്ന സമയത്ത് അവന്റെ ടാബിലേക്കും ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്നു. ആ നോട്ടിഫിക്കേഷൻ ഒക്കെ കാണുന്ന ഹെയ്നും അതൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും ആയിരുന്നു മുത്തശ്ശന്റെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ക്യാമറയിലെ പല പല ദിവസങ്ങളിലെ ദൃശ്യങ്ങളൊക്കെ അതിൽ ഉണ്ടായിരുന്ന കാര്യമൊക്കെ അവളും ശ്രദ്ധിക്കുന്നത്. അതിലാകട്ടെ സോൽഹി മുത്തശ്ശനെ അപായപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവളും അതൊന്നും ഓപ്പൺ ചെയ്യുന്നില്ല. അതിനു മുമ്പായിട്ട് തന്നെ ഉൺസിങ്ങും തിരികെ എത്തുന്നു. നമ്മുടെ രണ്ടു പേരുടെയും ഫാമിലി നമ്മളെ ഒറ്റപ്പെടുത്തിയതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നമുക്ക് രണ്ടു പേർക്കും കൂടി ഒന്നിച്ച് യുഎസിലേക്കൊക്കെ പോയാലോ എന്നൊക്കെ ഹെയ്നോട് അവനും ചോദിക്കുകയാണ്. ഹെയ്നും അതിലൊരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവൾ പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നീ എന്തോ ഒരു ചോദ്യമൊക്കെ എന്നോട് ചോദിക്കുവാനായിട്ടല്ല ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഓൺസിങ്ങും അവളുടെ അടുത്തൊക്കെ പറയുന്നു. പക്ഷെ ഓൺസിങ്ങിന്റെ കയ്യിൽ ഒരു മുറിവിന്റെ അടയാളവും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന അവളും ഇനി ആ ചോദ്യം ചോദിക്കുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. എന്റെ കയ്യിൽ നിന്നും എന്റെ പഴയ ഫോണൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹ്യൂനുവിന്റെ നമ്പറൊക്കെ ഒന്ന് നൽകാമോ എന്ന് ചോദിച്ചുകൊണ്ട് സെക്രട്ടറി നായനെ വിളിക്കുകയാണ് ഹെയ്നും. ഹ്യൂനുവിന്റെ നമ്പറൊക്കെ കിട്ടുന്ന ഹെയ്നും നമുക്കൊന്ന് സംസാരിക്കാമെന്നൊക്കെ അവനോടും പറയുകയാണ്. അവനും അതൊക്കെ സമ്മതിക്കുന്നു. അപ്പോൾ മാത്രമായിരുന്നു അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്ന കൊറിയറൊക്കെ ഹെയ്ന്റെ ശ്രദ്ധയിലും പെടുന്നത്. അവളും അതൊക്കെ തുറന്നു നോക്കുമ്പോഴത്തേക്കും പണ്ട് അവൾ എഴുതിയ ബുക്കായിരുന്നു അതിലുണ്ടായിരുന്നത്. അവളും ഓരോന്നായിട്ടൊക്കെ വായിച്ചു നോക്കുന്നു. അത് ശരിക്കും ഹിനുവിന് വേണ്ടി എഴുതിയ ഒന്ന് തന്നെ ആയിരുന്നു. ഞാനും ഈ ഒരു സർജറിയോട് കൂടി തന്നെ മരിച്ചൊക്കെ പോവുകയാണ് എങ്കിൽ നീ കഴിഞ്ഞ 3 വർഷമായിട്ട് എനിക്ക് വേണ്ടി കാത്തിരുന്നത് പോലെ ഒന്നും കാത്തിരിക്കുവാനായിട്ട് പാടില്ല. ഒരു വർഷമൊക്കെ അങ്ങനെ ജീവിച്ചതിന് ശേഷം പിന്നീട് എന്നെ മറന്നിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് നീ കടക്കണം. പിന്നെ എന്റെ സ്വത്തുക്കളുടെ കാര്യം അതെന്താന്ന് വെച്ചാൽ നീ തന്നെ ചെയ്തു. എനിക്കതിൽ ഒരു പ്രശ്നവുമില്ല. നീയും പുതിയൊരു കുടുംബമൊക്കെ തുടങ്ങണം. എനിക്കതിൽ ഒട്ടും തന്നെ അസൂയൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഞാൻ മരിക്കുകയാണെങ്കിൽ തന്നെ ചെറിയ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനും സ്വർഗത്തിൽ എത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ എനിക്ക് വീണ്ടും നിന്നെ കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ ഈ ഒരു സർജറിയൊക്കെ സക്സസ് ആവുകയാണെങ്കിലോ, ഞാൻ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇല്ലാതായിട്ട് നിന്നെ ഒരു അപരിചിതനായിട്ടൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതൊന്നും കൂടാതെ ഞാൻ നിന്നെ വളരെ മോശമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിലോ, എന്ത് തന്നെ സംഭവിച്ചാലും നീ ഒരിക്കലും എന്നെ വെറുക്കുവാനായിട്ട് പാടില്ല. പിന്നെ എനിക്ക് പറ്റിയ ആൾ നീ തന്നെയാണ്. അതൊരിക്കലും മാറുകയില്ല. അതുകൊണ്ട് തന്നെ നിന്നെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പോലും നിന്നെ വീണ്ടും ഞാൻ കാണുമ്പോഴത്തേക്കും നീയുമായിട്ട് പ്രണയത്തിലാകുമെന്ന് കൂടി ഹേൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഹ്യുൻവുവും നേരിട്ട് കണ്ട സമയത്ത് അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചതിനെ കുറിച്ചും ഇപ്പോൾ ഹേൻ ഓർക്കുന്നു. അടുത്ത പേജിലാകട്ടെ ഇപ്പോൾ ഇതൊക്കെ വായിക്കുന്നത് ഹെയ്ൻ ആണ് എങ്കിൽ നിന്റെ സർജറിക്ക് സക്സസ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഹ്യുനുവിനെ കുറിച്ചുള്ള ഓരോ ഓർമ്മകളും നിന്റെ ഉള്ളിൽ ഉണ്ടാവുകയില്ല. പക്ഷെ അവനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഹ്യുനുവിന് എല്ലാ വസ്തുക്കളും നന്നാക്കുവാനായിട്ട് അറിയാമെന്ന് പറഞ്ഞു ആദ്യമായിട്ട് അവർ കണ്ടുമുട്ടിയതിനെ കുറിച്ചൊക്കെ കാണിക്കുകയാണ്. അവനെ പറ്റിക്കുവാനായിട്ട് എളുപ്പമാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം റാക്കൂണൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിന്റെ മുകളിലുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ പറ്റിച്ചതിനെ കുറിച്ചും ഇപ്പോൾ കാണിക്കുന്നു. അവൻ മദ്യപിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂട്ടാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ഒരു സീൻ കൂടി കാണിക്കുകയാണ്. അവന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവനെ ഒരിക്കലും കരയിക്കുവാനായിട്ട് പാടില്ല. അവൻ സ്ലീവ്സ് ഒക്കെ പൊക്കി വെക്കുകയാണെങ്കിൽ അവനും സെക്സിയാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലെങ്കിൽ അവൻ കാരണമായിരുന്നു നിനക്ക് ജീവിക്കുവാനായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത്. നിന്റെ ഓർമ്മകൾ നഷ്ടപ്പെടരുതെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അതിൽ എഴുതിയത് വായിക്കുന്ന ഹെയ്നും ഹ്യുനുവിനെ കാണുവാനായിട്ടും പോകുന്നു. ഇനി ഒൺസിങ്ങും അവളുടെ വണ്ടിയൊക്കെ മൂവ് ചെയ്യുന്നത് മനസ്സിലാക്കി അവളെ പിന്തുടർന്ന് പോവുകയാണ്. ഒരു റോഡിന്റെ രണ്ടു വശത്തുമായിട്ട് ഇപ്പോൾ ഹെയ്നും ഹിനുവും നിൽക്കുകയാണ്.
ഹ്യുൻവുവും ഇപ്പോൾ തന്നെ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നേക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹെയ്നും വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ അവർക്കിടയിലേക്ക് ഒരു ബസ്സൊക്കെ വന്ന് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ആകട്ടെ ഹെയ്നൊന്നും ഉണ്ടായിരുന്ന പോലുമില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയാതെ അവനും റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്താകട്ടെ ഒരു വണ്ടിയും അവനെ വന്നിടിക്കുന്നു. ഇനി എൻസിനൊക്കെ കാണിക്കുകയാണ്. അതായത് ഡിറ്റക്ടീവ്സിനെ ജർമ്മനിയിലേക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവരും അവിടെ നിന്നും അറിഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫാമിലിനെയും അറിയിക്കുന്നു. ഉൺസിങ് വളരെ മാന്യമായിട്ടൊക്കെ ഹെയിന്റെ അടുത്ത് പെരുമാറിയിട്ട് അവളുടെ വിശ്വാസമൊക്കെ നേടിയെടുക്കാനായിട്ട് അവന് സാധിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ഉൺസിങ് ഓരോ കാര്യങ്ങളും അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴത്തേക്കും അവളും അവന്റെ അടുത്ത് നിന്ന് ഒരകലമൊക്കെ പാലിച്ചിട്ടുമുണ്ട്. അവൾ ശരിക്കും അവനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ സഹായങ്ങളൊക്കെ സ്വീകരിക്കുകയായിരിക്കും ചെയ്യുക. പക്ഷേ അവളുടെ ഉള്ളില് ഇപ്പോഴും അവന്റെ അടുത്തൊരു അകൽച്ചയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം കൂടി ഡിറ്റക്റ്റീവ് അറിയിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് ഫാമിലിക്കും ഒരു സമാധാനമൊക്കെ ആക്കുന്നത്. പക്ഷെ ഉൺസിങ്ങിന്റെ സ്നേഹമൊക്കെ കാണുമ്പോഴത്തേക്കും ഏറ്റവും വലിയ അപകടകാരി അവനാണെന്നാണ് തോന്നിപ്പോകുന്നത്. അവന് നമ്മളെ എല്ലാവരെയും തന്നെ ഇല്ലാതാക്കുവാൻ പോലുമുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ ഡിറ്റക്റ്റീവ് പറയുന്ന സമയത്താകട്ടെ ഉൺസിങ്ങും കാറിലിരിക്കുകയും അതുപോലെ തന്നെ ഹെയ്നും ഹ്യുൻബുവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുകയും ചെയ്യുന്ന സീനൊക്കെ കാണിച്ചിട്ട് ഇതിന്റെ 15ാമത്തെ എപ്പിസോഡും അവസാനിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.